ഉള്ള ഒരു പാകിസ്ഥാനി എഴുത്തുകാരിയുണ്ട്. 2014 നരേന്ദ്രഭായ് മോദിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുന്നു എന്ന കാഴ്ച കണ്ട് അവരെഴുതിയൊരു കവിതയുണ്ട്. ആ കവിത തുടങ്ങുന്നത് അവരുടെ വാക്കുകളിൽ തന്നെ ഇങ്ങനെയാണ്: തും ബിൽക്കുൽ ഹം ജൈസേ നികലെ അബ് തക് കഹാം ചുപേ ഥേ ഭായി, वो मूर्खता वो घामटपन जिसमें हमने सदी गवाई, आखिर पहुंची द्वार हमारे अरे बधाई बहुत बधाई. ഏറെക്കുറെ സ്വതന്ത്രമായ മലയാള മൊഴിമാറ്റം ഇങ്ങനെ: നീയും വന്നു ഞങ്ങൾക്കൊപ്പം, പോയങ്ങിതുവരെ എൻ പൊന്നനിയ, നൂറ്റാണ്ടുകളായി ഞങ്ങൾ തുടർന്നൊരു വങ്കത്തം, അതേ അജ്ഞാനം, ഒടുവിൽ നീയും ഞങ്ങൾക്കൊപ്പം വരവായെന്നോ, എത്ര ഉദാരം, അഭിവാദ്യങ്ങൾ, ഒത്തിരി അഭിവാദ്യങ്ങൾ. കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കിത്ന വീർ മഹാൻ ഥാ ഭാരത്, കിത്ന ആലീശാൻ ഥാ ഭാരത്, ഫിർ തും ലോഗ് പഹുഞ്ച് ജാവോഗെ, ബസ് പരലോക് പഹുഞ്ച് ജാവോഗെ, ഹം തോ ഹേ പഹലേ സെ വഹാം പർ. എത്ര നല്ലൊരു നാടായിരുന്നു നിങ്ങളുടേത്, നിങ്ങൾ ഇനി പരലോകത്തേക്ക് വരും. ഞങ്ങൾ പണ്ടേ പരലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അതിനിടയിൽ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കാണാറുള്ളതല്ലേ, എന്നിട്ട് നിങ്ങളെന്തേ ഒന്നും പഠിച്ചില്ല എന്ന്. നാളെ നിങ്ങളുടെ നാട്ടിലും ഫത്വകൾ പുറപ്പെടുവിക്കപ്പെടും എന്ന്. നെയ്മുള്ളറുടെ കവിത നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ കവിത നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കവിത എഴുതാനുണ്ടായൊരു സാഹചര്യമുണ്ട്. ഒരു ദിവസം നെയ്മുള്ളറുടെ സ്വപ്നത്തിൽ ദൈവം വന്ന് ചോദിക്കുകയാണ്: 933 മുതൽ 45 വരെയുള്ളൊരു കാലത്ത് നീ എന്ത് ചെയ്യുകയായിരുന്നു? നെയ്മുള്ളർ മറുപടി പറയുന്നു: 37 മുതൽ 45 വരെ ഞാൻ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. ദൈവം വീണ്ടും ചോദിക്കുന്നു: 33 മുതൽ 37 വരെയുള്ള കാലത്തോ? അപ്പോൾ നെയ്മുള്ളർ പറയുന്നു: ഞാൻ ഇടവകകളിൽ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ദൈവം ചോദിക്കുന്നു: അന്ന് ഈ വരാൻ പോകുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് നീ ആളുകളെ ബോധവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന്. നമുക്കും നാളെ ഈ കുറ്റസമ്മതം നടത്തേണ്ടി വരുന്ന ഒരു വർത്തമാനകാല ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യം, മതനിരപേക്ഷത എന്നീ മൂല്യങ്ങൾ കടലെടുക്കപ്പെടാൻ പോകുന്ന ഒരുപക്ഷെ നമ്മുടെ ഭരണഘടന തന്നെ അപ്രസക്തമാകുന്ന ഒരു കാലം. 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ സമരമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. കാരണം വീണ്ടും മറിച്ചൊരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ 2025 ഗാന്ധിയുടെ സ്ഥാനത്ത് സവർക്കർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ മൂല്യങ്ങളൊന്നും ബാക്കിയുണ്ടാവുകയില്ല എന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ CAA വീണ്ടും രംഗത്ത് വരികയാണ്. സത്യത്തിൽ ഇന്ത്യ പുറകോട്ട് നടക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന്, എല്ലാ കാലത്തും ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിച്ചൊരു ദർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് നാച്ചുറൽ ഹ്യൂമനിസം എന്നാണ്, വിശ്വമാനവ ദർശനം എന്നാണ്. അതായത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ സൂര്യൻ്റെ, ഒരേ ആകാശത്തിൻ്റെ കീഴിലാണ് എന്നും, നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരേ ഭൂമിയിലാണ് എന്നും, ആ ഭൂമി എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്നും പറയുന്ന ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ പേരാണ് നാച്ചുറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇവിടെയും എനിക്കൊരു വീടുണ്ട്, ഞാനുമുണ്ട് എഴുതി മുഴുമിക്കാത്ത കവിതയും, കാണുവാൻ ഉഴറുന്ന നല്ല മനുഷ്യരും, അവരൊത്ത് മുകരാൻ കൊതിക്കുന്ന വാഴ്വിൻ്റെ ലഹരിയും എന്ന് ONV എഴുതുമ്പോൾ
കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് രാഷ്ട്രക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതിലെന്തുണ്ട്? ആർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരയ്ക്കർത്ഥമുണ്ടോ എന്ന് ഇടശ്ശേരി ചോദിക്കുമ്പോൾ, എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങെൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു എന്ന് NV കൃഷ്ണവാര്യർ എഴുതുമ്പോൾ അവരെല്ലാം ഉയർത്തിപ്പിടിച്ചത് ഈ വിശ്വമാനവ ദർശനം എന്ന് പറയുന്ന ആശയമായിരുന്നു. പണ്ട് തൻ്റെ അതിപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൽ വിവേകാനന്ദൻ പറയുന്നുണ്ട്, വാക്കുകൾ ഇങ്ങനെയാണ്: ഐ ബിലോങ് ടു എ നാഷൻ വിച്ച് ഹാസ് ഷെൽട്ടേഡ് all the persecuted and the refugees from all the countries of the earth. അതായത് ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് മതത്തിൻ്റെ, രാജ്യാതിർത്തിയുടെ ഒക്കെ പേരിൽ നിഷ്കാസിതരായ മനുഷ്യരിങ്ങോട്ട് വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത പാരമ്പര്യമുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്ന്. ആ രാജ്യമാണ് ഓരോരുത്തരെയായിട്ട് ചവിട്ടി പുറത്താക്കുന്നത്. ഇപ്പോൾ CAA എന്ന് പറയുന്നത് അത് മുസ്ലിമിന് മാത്രം എതിരായിട്ടുള്ളൊരു നിയമമാണ് എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ അത് വേണ്ട. നാളെ അത് ക്രിസ്ത്യാനിക്കെതിരാവാം, നാളെ അത് ആദിവാസികൾക്കെതിരാവാം, നാളെ അത് ദളിതർക്കെതിരാവാം, നാളെ അത് സ്ത്രീകൾക്കെതിരാകാം. കാരണം നിയന്ത്രിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് മനുസ്മൃതി എന്നുള്ളതാണ്. 2, ഇന്ത്യക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്നു. ആസ്ട്രോളജിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. ആസ്ട്രോണമി, ജ്യോതിഷം അല്ല കേട്ടോ, ആസ്ട്രോളജി. മെറ്റലർജിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. പൈ = 3.14 എന്നതിനെ 15 ദശാംശങ്ങളോളം കണ്ടുപിടിച്ച മനുഷ്യൻ ഇരിങ്ങാലക്കുടക്കാരനായിരുന്ന സംക്രമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ആളായിരുന്നു. ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി, മറ്റേ ഗണപതിയുടെ തല ഒട്ടിച്ചതല്ല കേട്ടോ, റൈനോപ്ലാസ്റ്റി എന്ന് പറയും, നാസാസന്ധാനം, അത് നടന്നത് ഇന്ത്യയിലായിരുന്നു. ആ രാജ്യത്തു നിന്നാണ് ഒരു പ്രധാനമന്ത്രി അന്താരാഷ്ട്ര ശാസ്ത്ര കോൺഗ്രസ്സിൽ പോയിട്ട് A+B² എന്ന് പറയുന്ന സൂത്രവാക്യം ആദ്യമായി പറഞ്ഞത് വേദങ്ങളിലാണ് എന്ന് പറയുന്നത്. അദ്ദേഹം മാത്രമല്ല അപഹാസ്യനാകുന്നത്, അവിടെ അപഹാസ്യമാവുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള മനുഷ്യരായി മാറുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ കടമയാണ് എന്ന് ഭരണഘടനയുടെ 51-ാം അനുച്ഛേദം എഴുതി വെച്ച ഒരു ഭരണഘടനയുള്ളൊരു രാജ്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നൊരു വാക്ക് ലോകത്തിന് എറിഞ്ഞുകൊടുത്ത ഒരു പ്രധാനമന്ത്രി നെഹ്റു ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തു നിന്നാണ് ഒരാൾ പോയിട്ട് ഈ പറയുന്ന അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. അത് ഏറ്റുപാടാനായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളുമുണ്ട് കേട്ടോ. സത്യത്തിൽ അത് ഡെല്യൂഷൻ എന്ന് പറയുന്നൊരു മാനസിക രോഗമാണ്. ഡെല്യൂഷൻസ് ആർ ഫാൾസ് നോഷൻസ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ് ഈവൻ ബൈ ഗിവിങ് ആൻ എവിഡൻസ് ടു ദ റൈറ്റ് കോൺട്രി. അതായത് ഒരു ധാരണയുണ്ട് നിങ്ങൾക്ക്, അത് തെറ്റാണ്, പക്ഷേ വിവരമുള്ള മനുഷ്യർ അത് തെറ്റാണ് എന്ന് ഉദാഹരണ സഹിതം സ്ഥാപിച്ചു തരുമ്പോഴും നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറില്ല. അതിന് ചികിത്സ വേണം, അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സുഗന്ധം എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. വി എന്നുള്ള വാക്കിന് മലയാളത്തിൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ഞങ്ങളെന്നാണ്, മറ്റൊന്ന് നമ്മളെന്നാണ്. നമ്മളിന്നും പഠിച്ച് ശീലിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയാനായിട്ടാണ്. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ആ തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു ദിവസം കൊണ്ടല്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതിരൂക്ഷമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. HV കാമത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ് തുടങ്ങേണ്ടത്. മറ്റൊരാൾ പറയുന്നു ഗോഡ് എന്നല്ല, ഗോഡസ്, ദേവത എന്നാണ് പറയേണ്ടത്. മൂന്നാമത്തെ ഒരാൾ പറയുന്നു ദേവത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അവരുടുത്തിരിക്കുന്ന സാരിയെക്കുറിച്ചും അവരിട്ടിരിക്കുന്ന ആഭരണങ്ങളെക്കുറിച്ചുമുള്ള വർണ്ണനകൾ അതിൽ വേണമെന്ന് പറയുന്നു. എന്നിട്ട് ഈ രൂക്ഷമായ ചർച്ചകൾക്ക് ശേഷം 99% ആളുകൾ മതവിശ്വാസികളായി ഈ രാജ്യത്ത് 1% അപ്പുറത്തുണ്ടല്ലോ, ആ 1% വിശ്വാസത്തിന്, അഭിമാനത്തിന് മങ്ങലേൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെ പൗരത്വ ഭേദഗതി നിയമം പോലൊരു നിയമം കൊണ്ടുവരുമ്പോൾ ആ ഭരണഘടനയുടെ മറ്റ് 2 പ്രത്യേകതകൾ ആർട്ടിക്കിൾ 14ഉം 15ഉമാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തുല്യമായ നീതി, തുല്യമായ അവകാശങ്ങൾ ഉണ്ട് എന്ന
അതിൻ്റെ നിർവചനമാണ്, അതിൻ്റെ തന്നെ അനുബന്ധമാണ് കൃത്യമായിട്ടും ആർട്ടിക്കിൾ 15 പറയുന്നത്. അതായത് ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ദേശം, ഭാഷ, ജാതി, മതം, ലിംഗം, ജനിച്ച സ്ഥലം ഇതിൻ്റെ ഒന്നും പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന്. ആ ഭരണഘടനയുടെ ആശയങ്ങളാണ് ഇവരെടുത്ത് തോട്ടിലെറിയുന്നത്. ഒപ്പം തന്നെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ്. കാരണം ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദില്ലിയിലിരുന്ന് 2 ദിനോസാറുമാരല്ല. ഇതിനൊക്കെ ചില അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. 2016 ന്യൂയോർക്കിൽ നടന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫോർ റെഫ്യൂജീസ് ആൻഡ് മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു സമ്മേളനമുണ്ട്. 193 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത്. നമ്മുടെ പ്രധാനമന്ത്രിയും പോയി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇവരുടെ കാര്യത്തിൽ, കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ, അസൈലം സീക്കേഴ്സ് അവരുടെ കാര്യത്തിൽ, റെഫ്യൂജീസിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്ന്. ആ നിയമങ്ങളെയാണ് ഇവർ നിരാകരിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന എന്ന് പറയുന്നത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയാണ്. ഇത്രയും വൃത്തികെട്ടൊരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു ചാപ്റ്റർ വായിക്കാൻ കൊടുത്താൽ മതി, ആ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും. അത്രയും വൃത്തികെട്ട പുസ്തകമാണ്. അതിനകത്ത് പറയുന്നത് ഒന്ന്, ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ മോശമായൊരു ആശയമാണ്. കാരണം ജനാധിപത്യം നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് അഭിമാനബോധം ഉണ്ടാവും എന്നുള്ളതാണ്. അത് പാടില്ലല്ലോ, എല്ലാവരും അടിമകളായിട്ട് കിടക്കണമല്ലോ. 2, അവർ പറയുന്നത് മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആശയമല്ല എന്നാണ്. ശുദ്ധ കളവാണത്. 1931 കറാച്ചി കോൺഗ്രസിൻ്റെ പ്രമേയത്തിൻ്റെ തലവാചകം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്നായിരുന്നു. 3, അവർ പറയുന്നത് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാവാത്ത ഒന്നാണ്. കാരണം എപ്പോഴും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകും, അതുണ്ടാവണം. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാവാൻ വല്ലാത്ത വിഷമമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തുല്യതയാണ്. ഇവിടെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം ആ തുല്യത ഉണ്ടാവുകയില്ല. അംബേദ്കർ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്, അതായത് ഇന്ത്യയുടെ മേൽമണ്ണ് മാത്രമാണ് ജനാധിപത്യം, അടിത്തട്ട് മുഴുവൻ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് 45 കോടി ജനങ്ങളാണ്. ഈ 45 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് വ്യത്യസ്തരാണ്, അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ സ്വപ്നങ്ങളെക്കുറിച്ചാണ് നാം ബഹുസ്വരത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ONV മനോഹരമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ. കന്നിവെറിയിൽ മകരക്കുളിരിന് കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ സാന്ദ്രമൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണമുണ്ണുന്ന നാളിന് നമ്മൾ കിനാവു കാണുന്നു. കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു. പേടിപ്പെടുത്തും ഇരുട്ടിലും സ്വപ്നമായോടി അരികിലണഞ്ഞ വെളിച്ചത്തെ നമ്മുടെ പാട്ടിൻ തിടമ്പിലാവാഹിച്ച് നമ്മൾ നടന്നു വിടർന്നു പുലരികൾ. സ്വപ്നങ്ങളിൽ പണ്ട്, ഈ സ്വപ്നങ്ങളിൽ നിന്നാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. സ്വപ്നങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യമെന്നൊരനൽപ്പലാവണ്യത്തെ നമ്മുടെ പൂർവികർ കണ്ടു മോഹിച്ചു. പലവില്ലൊടിച്ചിങ്ങ് കൊണ്ടു കുടിവച്ചു. പിന്നെ നാം ഓർക്കുന്നു സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണ്ണാഞ്ചിത ചിത്രവടിയൂന്നി നടന്നു നാം. കാലദേശങ്ങൾ തൻ കാണാക്കരകളെ കാലടിപ്പാടുകളാൽ അളന്നങ്ങനെ ഉൾക്കിടിലങ്ങളും ഉത്കണ്ഠയും നവ്യഹർഷാത്ഭുതങ്ങളായി തീരുമീ വേളയിൽ വന്നണയുന്നു. വഴിയേതിനിയെന്ന് തമ്മിൽ നാം ആരായുമീ തമോവേളയിൽ. ഇനി ഞാനുണർന്നിരിക്കാം, നീയുറങ്ങുക. നോക്കൂ, ജനാധിപത്യത്തെ ഇതിലും മനോഹരമായിട്ട് നിർവചിക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും അവശനായ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ്റെ തോളത്ത് കൈയിട്ട് നിന്നുകൊണ്ട് നിനക്കായി ഞാൻ കാവലാളായുണ്ട്, നീ സുഖമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയുന്ന കരുണാർദ്രമായ മനസ്സ്, ആ മനസ്സിൻ്റെ പേരാണ് ജനാധിപത്യം. ആ കരുണാർദ്രമായ മനസ്സ് അല്ലെങ്കിൽ ആ കരുണ അത് ഇന്ന് ഇന്ത്യയിൽ നിന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 12 വർഷത്തെ ഭരണം കൊണ്ട് നമ്മൾ എവിടെ എത്തിയെന്നറിയാമോ?
ലോകത്ത് സന്തുഷ്ടിയുടെ സൂചികയായിട്ടുള്ളൊരു സാധനമുണ്ട്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും അതിന്. അതിൽ 136 രാജ്യങ്ങളുടെ പട്ടികയുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നറിയോ? 129. പണ്ട് ഇതിലും ഭേദമായിരുന്നു കേട്ടോ. നമ്മുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബർമ്മ, നേപ്പാൾ, ഭൂട്ടാൻ, എന്തിന് പാലസ്തീൻ, യുക്രൈൻ, മ്യാൻമാർ, ഇതൊക്കെ നമ്മുടെ മുകളിൽ കേട്ടോ. നമ്മുടെ താഴെയുള്ള ഒരേ ഒരു അയൽ രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നമ്മളും അവിടേക്കുള്ള യാത്രയിലാണ് എന്ന കാര്യം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും അവർ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഭരണകൂടം. ആദ്യമായിട്ടാണ് ഒരു ഭരണകൂടം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങൾ ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്ന്. 2 എക്സിക്യൂട്ടീവൊക്കെ ഇതുപോലെ ചില 75% ആളുകൾ, പ്രത്യേകിച്ചും മേൽത്തട്ടിലുള്ള ആളുകൾ, അവർ മുഴുവൻ RSSൻ്റെ ഐഡിയോളജി പേറുന്ന ആളുകളാണ്. 3 ജുഡീഷ്യറി. ഇന്ത്യയിൽ ജുഡീഷ്യറിയൊക്കെ ഇതുപോലെ പ്രഹസനമായിട്ട് മാറിയൊരു കാലമില്ല കേട്ടോ. 67.1 ലക്ഷം കേസുകൾ നമ്മുടെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കാലത്താണ്. പലതും 15-20 കൊല്ലം പ്രായമായ കേസുകൾ. അതൊക്കെ കെട്ടിക്കിടക്കുന്ന കാലത്താണ് ഇവിടെ അക്ബർ എന്ന പേരുള്ള ഒരു ആൺസിംഹവും സീത എന്ന പേരുള്ള ഒരു പെൺസിംഹവും ഒരേ പഞ്ചായത്തിൽ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് ഒരാൾ ഹർജി കൊടുക്കുന്നു, അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ട് വിധി കൽപ്പിക്കുന്നു. 4 മാധ്യമങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തത് അവരുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു വാക്കുപോലും പ്രിൻ്റ് ചെയ്യാതെ കറുത്ത മഷി പുരട്ടിയിട്ട് അന്നവരെ പത്രം പുറത്തിറക്കിയതാണ്, പ്രതിഷേധ സൂചകമായിട്ട്. ആ രാജ്യത്ത് മാധ്യമങ്ങൾ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒപ്പം നമ്മൾ കണ്ടിരിക്കേണ്ട 2 അപകടങ്ങളും കൂടിയുണ്ട്. അതൊന്ന്, നമ്മുടെ നാട്ടിൽ അതിശക്തമായൊരു പാരാമിലിറ്ററി ആയുധാഭ്യാസം സിദ്ധിച്ച ലക്ഷക്കണക്കിന് ആളുകൾ, അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ട്. അതിന് RSS എന്ന് പേരുണ്ട്, അതിന് ദുർഗാവാഹിനി എന്ന് പേരുണ്ട്, അതിന് ബജരംഗദൾ എന്ന് പേരുണ്ട്, അതിന് ശ്രീരാമസേന എന്ന് പേരുണ്ട്, അതിന് ഹനുമാൻ സേന എന്ന് പേരുണ്ട്. കൃത്യമായിട്ട് സവർക്കർ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണം, മതത്തിൻ്റെ സൈനികവൽക്കരണം. അവിടേക്കാണ് നാം പോകുന്നത്. അതിലും അപകടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. കോവിഡിൻ്റെ കാലത്ത് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. നാളെ വരാൻ പോകുന്ന സിലബസിൽ പശുവിനെക്കുറിച്ചുള്ളൊരു പാഠം ഉണ്ടാവും. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇതൊക്കെയാണ്. ഇന്ത്യൻ പശുവിൻ്റെ പാലിന് മഞ്ഞ നിറമാണ്, കാരണം അതിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്. 2, ഇന്ത്യൻ പശു പരിചയമില്ലാത്ത ആളുകളെ കണ്ട് എഴുന്നേറ്റ് നിൽക്കും, ജേഴ്സി പശു ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കില്ല. 3, ചാണകത്തിന് അണ്വായുധ വികിരണത്തെ തടയാനുള്ള കഴിവുണ്ട്. അടുത്തതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, കാളയുടെ പുറത്ത് കാണുന്ന മുഴയുണ്ടല്ലോ, അതിന് സൂര്യൻ്റെ ഊർജ്ജം നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതിൽ കൈവച്ച് നിന്നാൽ മതി, ആ ഊർജ്ജം മുഴുവൻ നമ്മുടെ മേത്തേക്ക് കയറിക്കോളും. മധ്യപ്രദേശിലെ ഭോജ് എന്ന് പറയുന്നൊരു സർവകലാശാലയുണ്ട്. അവിടെ PhDക്കുള്ള 2 വിഷയങ്ങൾ, ഒന്ന് പുഷ്പക വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയാണ്, ചർച്ച ചെയ്തും അടുത്തപ്പ വിട്ടുകള. 2, ഹനുമാൻ പണ്ട് ലങ്ക കത്തിക്കാൻ പോയില്ലോ, ലങ്ക മുഴുവൻ കത്തിച്ചോല്ലോ, എന്നിട്ടും ചെങ്ങായിയുടെ വാലിന് ഒന്നും പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ച്, അതിൻ്റെ പുറകിലുള്ള സാങ്കേതിക വിദ്യ എന്താണ്? അങ്ങനെ ഈ മണ്ടത്തരങ്ങൾ പഠിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ ഉദ്ദേശം. വെറുതെയായിരുന്നു ഇന്ത്യയുടെ സങ്കല്പം, ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പം രാമൻ, അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാമൻ എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ രാമനാണ് കേട്ടോ. ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് മനുഷ്യനായിരുന്നു. കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ അത് പറയുന്നുണ്ട്. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ യച്ച വീര്യവാൻ എന്ന വാൽമീകിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നാരദൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരാളെ കണ്ടുകിട്ടാനായിട്ട് എളുപ്പമല്ല, അങ്ങനെ ഒരു മർത്യൻ മനുഷ്യനുണ്ട്, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാമൻ എന്നാണ് പറയുന്നത്. എന്തിന് രാമായണം പോലും അതൊരു ഏകതാനകതയുള്ളതല്ല. വാൽമീകിക്ക് മുമ്പേ ഇവിടെ രാമായണങ്ങളുണ്ടായിരുന്നു, അതിനുശേഷം ആദിവാസികളുടെ രാമായണം വന്നു, ജൈനരാമായണം വന്നു, കേരളത്തിലാണെങ്കിൽ മാപ്പിള രാമായണം വരെ ഉണ്ടായി. അപ്പോൾ ഈ ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഫാസിസം നടപ്പിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിടയിൽ തന്നെ
ചർച്ചകൾ നടക്കുന്ന കാലമാണ്. രണ്ട് നിർവചനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഫാസിസത്തെ ഏറ്റവും നന്നായിട്ട് നിർവഹിച്ചത് ഒന്ന് ദിമിത്രോവായിരുന്നു, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അത് ഭരണകൂടവും കമ്പോള മൂലധനവും തമ്മിലുള്ള നഗ്നമായ കൈകോർക്കലാണെന്ന്. നമ്മളിപ്പോൾ കാണുന്നത് അതാണ്. 2,32,000 കോടി ഉറുപ്പ്യാണ് ഈ പറയുന്ന 76 പേർക്ക് വേണ്ടിയിട്ട് എഴുതി തള്ളിയത്. ഗുജറാത്തിലെ കർഷകർ വളരെ സന്തോഷത്തിലാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർഷക സമരം നടക്കുന്ന കാലത്ത് ഗുജറാത്തിലെ കർഷകരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അന്ന് അവർ പറഞ്ഞത് ഇവിടെ നടക്കുന്നത് മോദാനിയുടെ ഭരണമാണെന്നാണ്. വെച്ചാൽ മോദിയുടെയും അദാനിയുടെയും കൂടിയിട്ടുള്ള ഭരണം. ദിമിത്രോവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം അത് ഉന്മാദ ദേശീയതയുടെ, നാഷണലിസം അല്ലാട്ടോ ജിങ്കോയിസം, നഗ്നനൃത്തമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ നിർവചനം പറഞ്ഞത് അന്തോണിയോ ഗ്രാംഷിയാണ്. അന്തോണിയോ ഗ്രാംഷി അതിന് ഉപയോഗിച്ച വാക്ക് കോമൺ സെൻസ്, സാമാന്യബോധം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ സാമാന്യബോധം തീരുമാനിക്കുന്നത് അത് ഭരണകൂടമാണ്, ഫാസിസമാണ്. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പണ്ട് മധുരയിൽ നിന്ന് ദില്ലിക്കുള്ള യാത്രക്കിടയിൽ പശുവിൻ്റെ മാംസം കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ കുത്തിക്കൊന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ജുനൈദ് എന്നാണ്. ആ കുട്ടിയെ കുത്തിക്കൊന്ന കേസിലെ ഒന്നാമത്തെ പ്രതി വർഷകുമാറിനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്നു. അപ്പോൾ വർഷകുമാർ പറയുന്നു, എനിക്ക് ആ കുട്ടിയെ നേരത്തെ അറിയില്ല, എനിക്ക് ആ കുട്ടിയോട് ഒരു വെറുപ്പുമില്ല. ആൾക്കൂട്ടം ആക്രോശിക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിന് തലച്ചോറില്ല എന്ന് പറഞ്ഞത് മാർസിൻ ഗോർക്കിയാണ്. ആൾക്കൂട്ടം ആക്രോശിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ പശുവിൻ്റെ മാംസമുണ്ട്. ആരോ ഒരാൾ ഒരു കത്തി എൻ്റെ കയ്യിൽ വെച്ച് തന്നു, ഞാൻ അതെടുത്ത് കുത്തുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതുബോധത്തെ മൊത്തം ഫാസിസം സ്വാധീനിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രതീക്ഷയുടെ കിരണങ്ങൾ കൈവിട്ടു പോയി എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മുടെ നാട്ടിലെ കർഷകർ, നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെ മുട്ടുകുത്തിക്കാൻ കഴിയും എന്ന് തെളിയിച്ച സമരങ്ങൾ അരങ്ങേറിയൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളൊന്നുമില്ല. ഗാന്ധിയുടെ പ്രസിദ്ധമായൊരു മുദ്രാവാക്യമുണ്ട്, അകലെ ചലോ, ഒറ്റയ്ക്കായാലും പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ വാക്കും ഓരോ നോക്കും ഓരോ ചേഷ്ടയും പ്രതിഷേധത്തിൻ്റെതായിട്ട് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇക്കാലത്ത് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫാസിസത്തോട് സന്ധി ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അടിയന്തരാവസ്ഥക്കാലത്ത് സച്ചിദാനന്ദൻ മാഷ് എഴുതിയൊരു കവിതയുണ്ട്. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അമാവാസി കണ്ടിനി നിലാവ് ഉദിക്കില്ല എന്ന് കരുതരുത്, ശിശിരത്തിലെ മരങ്ങൾ കണ്ട് ഇലകളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് നിലവിളിക്കുകയും വരുത്. താഴ്വാരത്തിൽ ചന്ദ്രനുണ്ട്, ഭൂമിയുടെ യൗവനങ്ങളിൽ തളിരുകൾ ഉണരുന്ന രസം നിറയുണ്ട്. ഇതൊരു ഇടവേള മാത്രമാണ്. പൂവുകളെക്കുറിച്ച് പാടാൻ കഴിയുന്നൊരു കാലം വരും. അന്ന് ഇന്നാട്ടിലെ മനുഷ്യരെല്ലാവരും കവികളാകും. ഇതൊരു ഇടവേള മാത്രമാണ്. പൂവുകളെക്കുറിച്ച് പാടാൻ കഴിയുന്നൊരു കാലം വരും. അന്ന് ഇന്നാട്ടിലെ മനുഷ്യരെല്ലാവരും കവികളാകും.